ഹായ് ഓൾ, വെൽക്കം ടു ഐഡൽ. നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് മാർജിനാണ്. ഓക്കെ, സോ മാർജിൻ എന്ന് പറയുന്നത് ഒരു എലമെന്റിന്റെ ചുറ്റും ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാർജിൻ യൂസ് ചെയ്യുന്നത്. അത് നമ്മളുടെ എലമെന്റിന് കൊടുക്കുന്ന ബോർഡറിന്റെ പുറത്തായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു പി ടാഗിൻ്റെ അകത്ത് ഒരു കണ്ടന്റ് കൊടുത്തു. ദെൻ സ്റ്റൈൽ ഡോട്ട് സി എസ് എസിൽ വന്നിട്ട് ഡോട്ട് മെയിൻ്റെ അകത്ത് ഒരു ബോർഡറും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ മാർജിൻ പറഞ്ഞു കൊടുക്കുക. മാർജിൻ കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് പറയുന്നത് ഒറ്റ വാല്യൂ കൊടുക്കുന്ന സമയത്ത് അതെങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുന്നതാണ്. അതായത് ടോപ്പൊന്നും റൈറ്റൊന്നും ബോട്ടത്തൊന്നും ലെഫ്റ്റൊന്നും 20 പിക്സൽ ആയിരിക്കും ഒരു വാല്യൂ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും അപ്ലൈ ആവുന്നുണ്ടാവും. രണ്ട് വാല്യൂ വരുന്ന സമയത്ത് ആദ്യത്തെ ഈ 20 പിക്സൽ എന്ന് പറയുന്ന നമ്മുടെ വാല്യൂ ടോപ്പിനെയും ബോട്ടത്തിനെയും, അതുപോലെ ഞാനിപ്പോൾ സെക്കൻഡ് വാല്യൂ 40 പിക്സൽ കൊടുത്തിട്ടുണ്ട്, അതെന്ന് പറയുന്നത് ലെഫ്റ്റിനും റൈറ്റിനും 40 പിക്സൽ ആയിരിക്കും മാർജിൻ വരുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് 3 വാല്യൂസ് കൊടുക്കാം. 3 വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് ഈ 20 പിക്സൽ എന്ന് പറയുന്നത് ടോപ്പിനെയും 40 പിക്സൽ എന്ന് പറയുന്നത് ലെഫ്റ്റ് ആൻഡ് റൈറ്റിനെയും 50 എന്ന് പറയുന്നത് ബോട്ടത്തിനെയും ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ഞാൻ നെക്സ്റ്റ് വാല്യൂ കൊടുക്കുന്നു. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ടോപ്പ്, റൈറ്റ്, ബോട്ടം, ലെഫ്റ്റ്, ഇതാണ് ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് 4 വാല്യൂ. അപ്പോൾ 20 പിക്സൽ ടോപ്പ് എന്നും 40 പിക്സൽ റൈറ്റ് എന്നും 50 പിക്സൽ ബോട്ടത്തെന്നും 60 പിക്സൽ ലെഫ്റ്റ് എന്നും ആയിരിക്കും അപ്ലൈ ആകുന്നുണ്ടാവുക. ഓക്കെ, ദെൻ മാർജിനെ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് പറ്റും. പി എന്ന് പറയുന്നത് മെയിൻ എന്ന് പറയുന്ന ഡിവിന്റെ ചൈൽഡ് എലമെന്റ് ആണ്. അപ്പോൾ പാരന്റ് ആയിട്ടുള്ള മെയിനിൽ നിന്നും ചൈൽഡ് എലമെന്റിന് എന്ത് ചെയ്യാം, മാർജിനെ ഇൻഹെറിറ്റ് ചെയ്യാം. അപ്പോൾ ഇൻഹെറിറ്റ് കൊടുക്കുന്ന സമയത്ത് അത് അപ്ലൈ ആയിട്ടുണ്ട് മാർജിൻ. അതായത് പി എലമെന്റ് ഈ ഒരു ബോർഡറിന്റെ അകത്താണല്ലോ, അപ്പോൾ ഒരു എലമെന്റിന് എന്താണ് അപ്ലൈ ആയിട്ടുണ്ട്. ഇനി ഇതിന് ഞാനൊരു ബോർഡർ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബോർഡറിന്റെ പുറത്തായിട്ടായിരിക്കും മാർജിൻ അപ്ലൈ ആയിട്ടുള്ളത്. ഇത് കളയുന്ന സമയത്ത് കണ്ടോ, അപ്പോൾ അത് അപ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് മാർജിൻ യൂസ് ചെയ്തിട്ട് ഒരു എലമെന്റ് ഉള്ള ഒരു കണ്ടെയ്നർ, ദാറ്റ് ഈസ് ഇവിടെ മെയിൻ എന്ന് പറയുന്ന ആ ഒരു ഡിവിനെ എങ്ങനെയാണ് ഹൊറിസോണ്ടലി സെന്റർ ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മാർജിൻ നമുക്ക് ഇതുപോലെയും സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ടോപ്പ്, ലെഫ്റ്റ്, ബോട്ടം, റൈറ്റ് ഓരോന്നായിട്ട് നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കൊടുക്കാം. അതല്ലെങ്കിൽ ഒറ്റ പ്രോപ്പർട്ടിയാണ്, ഇതാണ് ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി കേട്ടോ മാർജിന്റെ. അല്ലാതെ നോർമലി കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ലെഫ്റ്റിന്നും അതുപോലെ ടോപ്പ്, റൈറ്റ്, ബോട്ടം എന്നൊക്കെ നമുക്ക് പറഞ്ഞിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ സെന്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് ഓട്ടോ കൊടുത്തു, മാർജിൻ ലെഫ്റ്റ്. ദെൻ മാർജിൻ റൈറ്റും ഓട്ടോ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ സെന്റർ ആയിട്ടുണ്ട്, പക്ഷേ വിഡ്ത്ത് സ്പെസിഫൈ ചെയ്യാത്തത് കാരണം 100% വിഡ്ത്തിലാണ് ആ പർട്ടിക്കുലർ ഡിവ് കിടക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ വിഡ്ത്ത് 25% എന്ന് കൊടുത്തു. കണ്ടോ, നമ്മളുടെ ആ ഒരു ഡിവ് സെന്റർ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് മാർജിൻ കൊളാപ്സ് ആണ്. മാർജിൻ കൊളാപ്സ് അപ്ലൈ ആകുന്നത് മാർജിൻ ടോപ്പും ബോട്ടവും യൂസ് ചെയ്തിട്ടാണ്. ലെഫ്റ്റിനും റൈറ്റിനും മാർജിൻ കൊളാപ്സ് ഇല്ല. അപ്പോൾ H1 കൊടുത്തു, ലോറം 3 കൊടുത്തു, വാല്യൂ വന്നിട്ടുണ്ട്. ദെൻ ഞാൻ സ്റ്റൈലിൽ പോയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഇത് ഞാൻ കമൻറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ഫസ്റ്റ് എൻ്റെ പി എലമെൻറ്റിന് ഞാൻ മാർജിൻ 0 പിക്സൽ 20 പിക്സൽ 0 എന്ന് കൊടുക്കും. ഇപ്പം എന്താണ്, ഈ പിക്ക് ടോപ്പും റൈറ്റും ലെഫ്റ്റും മാർജിൻ 0 ആണ്, ബോട്ടം മാത്രം 20 പിക്സലുണ്ട്. അതുപോലെ H1ന് മാർജിൻ ഞാൻ ഫസ്റ്റ് ഒരു 50 പിക്സൽ ടോപ്പ് എന്ന് കൊടുത്തു, ബാക്കിയെല്ലാം ഞാൻ 0 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ വെർട്ടിക്കലി വരുന്ന രണ്ടുപേരുടെയും മാർജിൻ എന്ന് പറയുന്നത് എന്താണ്, 70 പിക്സലാണ്. മാർജിൻ കൊളാപ്സ് കാരണം നമ്മളുടെ മാർജിന്റെ ഹയസ്റ്റ് വാല്യൂ ആയിട്ടുള്ള ഈ 50 പിക്സൽ ആയിരിക്കും വെർട്ടിക്കൽ മാർജിൻ വരുന്നുണ്ടാവുക. അതാണ് മാർജിൻ കൊളാപ്സ് എന്ന് പറയുന്നത്. ടോട്ടലി വെർട്ടിക്കൽ മാർജിൻ 70 പിക്സൽ വരണം, പക്ഷെ മാർജിൻ കൊളാപ്സ് കാരണം നമുക്ക് ഈ മാർജിനിലെ ഹയസ്റ്റ് വാല്യൂ ആയിട്ടുള്ള 50 പിക്സൽ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക.
ഓക്കെ, സോ മാർജിൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.